കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്ന ശ്രീ നാരായണ ഗുരുദേവനെ കുറിച്ച് ചരിത്ര ഏടുകളിൽ വളരെ മഹാത്മ്യത്തോടു കൂടിയും പ്രാധാന്യത്തോടു കൂടിയും പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇത് കായംകുളത്ത് പുതുപ്പള്ളിയിലെ വാരണപ്പള്ളി തറവാടും ക്ഷേത്രവും ക്ഷേത്രാങ്കണവുമാണ്. അപ്പോൾ ഇവിടെ 1878 22-ാം വയസ്സിൽ ഗുരു കുമ്മമ്പള്ളി രാമൻപള്ളിയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ടാണ് ഗുരു ഇവിടെ വിദ്യ അഭ്യസിക്കാനായിട്ട് ഈ തറവാട്ടിൽ താമസമാക്കിയത്. ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെ ഒരു ചെമ്പകമരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് ഗുരു ധ്യാനമിരിക്കാറുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെയാണ് ഗുരുവിന് ഇവിടെ വെച്ച് തന്നെയാണ് ശ്രീകൃഷ്ണ ദർശനം ലഭിക്കുന്നതും തുടർന്ന് അദ്ദേഹം ശ്രീകൃഷ്ണ ദർശനം എന്ന കൃതി രചിക്കുന്നതും. അപ്പം ഗുരുവിൻ്റെ സ്മരണാർത്ഥമാണ് ആ ചെമ്പകമരം ഇരുന്ന സ്ഥലത്ത് ഈ ഗുരുമന്ദിരം പണിഞ്ഞിട്ടുള്ളത്. ഇവിടെ കണ്ണാടി പ്രതിഷ്ഠയും ഗുരുദേവൻ്റെ പ്രതിഷ്ഠയുമാണ് ഉള്ളത്. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കായംകുളം കൊട്ടാരത്തിലെ സർവ്വ സൈന്യാധിപനായിരുന്ന പടവട്ടും പത്തിനാർ ഈ വാരണപ്പള്ളി തറവാട്ടിലെ അംഗമായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ കുളിച്ചിരുന്ന ഒരു ക്ഷേത്ര കുളമുണ്ട്. ആ കുളമാണ് ഈ കാണുന്നത്. ഇവിടെയായിരുന്നു ഗുരുദേവൻ താമസിച്ചിരുന്നപ്പോൾ കുളിച്ചിരുന്ന ക്ഷേത്രകുളമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ക്ഷേത്ര കുളത്തിനും കുറച്ച് പുറകിൽ, അതായത് ക്ഷേത്രം ഈ തറവാടിനും കുറച്ച് പുറകിലായിട്ട് ഒരു ധ്യാന പഠന കേന്ദ്രമുണ്ട്. ശ്രീനാരായണ ഗുരു ധ്യാന പഠന കേന്ദ്രം. അത് ഇതിൻ്റെ കുറച്ച് പുറകിലായിട്ടാണ്.